1802 ജനുവരി 6 ഫ്രാൻസിന്റെ തെക്ക് ഭാഗത്ത് ജനിച്ച ജോൺ ഗബ്രിയേൽ പെർബോയർ സി.എം. 8 കുട്ടികളിൽ രണ്ടാമനായിരുന്നു. പെർബോയർ കുടുംബത്തിലെ 8 കുട്ടികളിൽ 3 ആൺമക്കൾ വിൻസെന്റിയൻ പുരോഹിതന്മാരായി. 2 പെൺമക്കൾ ഡോക്ടേഴ്സ് ഓഫ് ചാരിറ്റിയിൽ ചേർന്നു. ഇവരിൽ 2 ആൺമക്കളും 1 പെൺമകളും ചൈനീസ് മിഷനുകൾക്കായി ജീവിതം സമർപ്പിച്ചു. അവരുടെ അമ്മാവനായ ഫാദർ ജാക്കസ് പെർബോയർ ജോൺ ഗബ്രിയേലും സഹോദരൻ ലൂയിസും വിദ്യാർത്ഥികളായിരുന്ന ഒരു മൈനർ സെമിനാരി ആരംഭിച്ചു. സെമിനാരിയിൽ ജോൺ ഗബ്രിയേൽ അക്കാദമിക് അഭിരുചിയും വിശുദ്ധിയോടുള്ള ആഴമായ ആഗ്രഹവും പ്രകടിപ്പിച്ചു. ചൈനയിലെ മിഷനുകളിൽ സേവനമനുഷ്ഠിക്കുവാനുള്ള ആഗ്രഹം അദ്ദേഹത്തിൻ്റെ അമ്മാവൻ അദ്ദേഹത്തിൽ നട്ടുപിടിപ്പിച്ചു. 1820 ഫ്രാൻസിസ് ക്ലെറ്റ് സി.എം. രക്തസാക്ഷിത്വം വരിച്ച അതേ വർഷം അദ്ദേഹം വിൻസെന്റിയൻ സന്യാസിയായി സ്ഥിരവ്രതം സ്വീകരിച്ചു. 1839 ചൈനീസ് സർക്കാരും ക്രിസ്ത്യാനികളും തമ്മിലുള്ള സംഘർഷം അപകടകരമായ തരത്തിലായിരുന്നു. അക്രമത്തിൽ നിന്ന് പെർബോയറും അദ്ദേഹത്തിൻ്റെ 4 കൂട്ടാളികളും കഷ്ടിച്ച് രക്ഷപ്പെട്ടു. അവർ തങ്ങളുടെ കോമ്പൗണ്ട് കത്തിക്കുകയും ചില സ്കൂൾ വിദ്യാർത്ഥികളെയും മറ്റ് ക്രിസ്ത്യാനികളെയും തടവുകാരായി പിടിക്കുകയും ചെയ്തു. പെർബോയറും വാങ്ങും ഒരു കൂട്ടം ക്രിസ്ത്യാനികളും പകൽ സമയത്ത് ഒളിച്ചു സൂര്യൻ അസ്തമിക്കുമ്പോൾ യാത്ര ചെയ്തു. പട്ടാളക്കാർ ഫാദർ പെർബോയറിന്റെ ഒളിത്താവളം കണ്ടെത്തിയപ്പോൾ അദ്ദേഹത്തെ പിടികൂടി ചങ്ങലകളാൽ ബന്ധിച്ചു. വസ്ത്രങ്ങളിൽ ഭൂരിഭാഗവും അഴിച്ചുമാറ്റി മറ്റ് തടവുകാരെ തടവിലാക്കിയ സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ആവർത്തിച്ചുള്ള ചോദ്യം ചെയ്യലുകളിൽ നിന്ന് ക്രിസ്ത്യാനികൾക്ക് അപകടമുണ്ടാക്കുന്ന ഒന്നും വെളിപ്പെടുത്തുവാൻ ഫാദർ പെർബോയർ വിസമ്മതിച്ചു. അദ്ദേഹത്തെ പിടികൂടിയവർ അദ്ദേഹത്തിനെതിരെ നിരവധി വ്യാജകുറ്റങ്ങൾ ചുമത്തുകയും ദൈവനിന്ദ നടത്താൻ നിർബന്ധിക്കുകയും ചെയ്തു. ശാരീരിക പീഡനങ്ങൾക്കിടയിലും പെർബോയർ ഉറച്ചു നിന്നു. 2 മാസത്തിനിടെ ഈ പതിവ് നിരവധി തവണ ആവർത്തിച്ചു. ജോൺ ഗബ്രിയേൽ അചഞ്ചലനായി തുടർന്നു. അദ്ദേഹത്തെ ശ്വാസം മുട്ടിച്ചു കൊല്ലാൻ വിധിച്ചു. അനുയായികളെ അടിമകളാക്കി വിറ്റു. ഏതാനും ആഴ്ചകൾക്കകം 1840 സെപ്റ്റംബർ 11 ഫാദർ പെർബോയറിന്റെ വധശിക്ഷ നടപ്പിലാക്കി. കത്തോലിക്ക സമൂഹത്തിലെ അംഗങ്ങൾ ഫാദർ പെർബോയറിന്റെ മൃതദേഹം സംസ്കരിക്കാൻ ക്രമീകരണം ചെയ്തു. റെഡ് മൗണ്ടനിൽ അദ്ദേഹത്തെ സംസ്കരിച്ചു. പിന്നീട് പാരീസിലെ സെന്റ് ലാസരയിൽ വീണ്ടും സംസ്കരിച്ചു. 1889 ലിയോ 13 മാർപ്പാപ്പ അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു. 1996 ജൂൺ 2 ജോൺ പോൾ 2 മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. അദ്ദേഹത്തിൻ്റെ തിരുനാൾ സെപ്റ്റംബർ 11 ആണ്.